കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ. ആശുപത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ പരാതി നൽകി. മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടയിൽ 2 പേർ മരിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഡിജിപി ടി.പി. സെൻകുമാർ. ബൈക്ക് ഓടിച്ചിരുന്നയാൾക്ക് ലൈസൻസും ഹെൽമറ്റും ഇല്ലാതിരുന്നതാണ് അപകടത്തിന് വഴിവെച്ചതെന്നും ഡിജിപി. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരു പ്രതി കസ്റ്റഡിയിൽ. കേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേക പോലീസ് സംഘം. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ മണ്ഡലത്തിൽ UDF ഹർത്താൽ ആചരിച്ചു. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. സംഭവത്തിൽ KPCC ഉപസമിതി അന്വേഷണം തുടങ്ങി. വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പരിശോധനയില്ല. അധികൃതരുടെ അലംഭാവം തട്ടിപ്പ് കമ്പനികൾക്ക് സഹായകമാകുന്നു. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നുള്ള കൊലപാതകത്തിന് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് യഥാർത്ഥ പ്രതികളെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. കൊലപാതകം ആസൂത്രണം ചെയ്യുന്നവരെ പോലീസ് തൊടാൻ ധൈര്യപ്പെടുന്നില്ലെന്നും മൊയ്തീൻ. കോൺഗ്രസ് പാർട്ടി Aയും Iയുമായി തിരിഞ്ഞ് തെരുവിൽ കൊലപാതകം നടത്തുന്നത് അപകടകരമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നതെന്ന് PC ജോർജ് MLA. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ താൻ കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ തുടരുമെന്നും ജോർജ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്വകാര്യ ആശുപത്രിയിൽ മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ. ആശുപത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ പരാതി നൽകി. നെടുപുഴ വലിയപറമ്പിൽ രാജേഷിന്റെ ഭാര്യ 36 വയസ്സുള്ള ശ്രീദേവിയാണ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം അതീവ ഗുരുതരാവസ്ഥയിലായത്. ബൈക്കിൽ നിന്ന് വീണതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 18-ന് ശ്രീദേവിക്ക് കാലിന് പരിക്കേറ്റിരുന്നു. അടുത്ത ദിവസം ചികിത്സ തേടി കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലെത്തുകയും ചെയ്തു. ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് അലർജി ഉള്ളതായി ശ്രീദേവി പറഞ്ഞിരുന്നു. ടെസ്റ്റ് ഡോസിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായും ഇവർ പരാതിപ്പെട്ടു. എന്നാൽ നിർബന്ധപൂർവ്വം നൽകിയ ഇഞ്ചക്ഷനെ തുടർന്ന് വായിൽ നിന്ന് നുരയും പതയും വന്ന് ശ്രീദേവി അബോധാവസ്ഥയിലായി. വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ശ്രീദേവി ഇപ്പോൾ കോമ സ്റ്റേജിലാണ്. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാവില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതായി ശ്രീദേവിയുടെ ഭർത്താവ് രാജേഷ് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അലർജിയുള്ള മരുന്ന് ചെയ്താകെ പ്രശ്നമാവെന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. ആ മരുന്ന് അടിച്ചോടുകൂടി ആളാകെ നീല കളറായി. വായേന്ന് വരും പതിയും വന്നു, ശ്വാസം നിന്നു, കണ്ണൊക്കെ മറിച്ചു. 12 ദിവസം വെന്റിലേറ്ററിൽ ഇട്ടു. എന്നിട്ട് കഴുത്തിൽ അവരൊരു തുളച്ചിട്ട് അതിൽ കൂടെ ഓക്സിജനാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ശ്വാസം കുറച്ചീശ വലിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അവർ ICUലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ICUലേക്ക് ആളെ മാറ്റി. ഇപ്പോൾ ആൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് തുറക്കേണ്ട ഒന്നുമില്ല. ഇപ്പോൾ ആളൊരു കോമ സ്റ്റേജിലാണ്. ഡോക്ടർമാർ വരെ കൈ ഒഴിഞ്ഞു തുടങ്ങി. ഓട്ടോ ഡ്രൈവറായ രാജേഷിന് ഇരട്ട പെൺകുട്ടികളാണുള്ളത്. കാലിലെ ചെറിയ വേദനയ്ക്ക് ചികിത്സ തേടിയതിനെ തുടർന്ന് അനക്കമറ്റ നിലയിൽ കഴിയുന്ന ഗൃഹനാഥയെ ഓർത്ത് തേങ്ങുകയാണ് ഈ കുടുംബം. ആശുപത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇവർ തൃശൂർ വെസ്റ്റ് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ കേസെടുത്തതായി വെസ്റ്റ് CI TR രാജേഷ് TCVയോട് പറഞ്ഞു. TCV. മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടയിൽ 2 പേർ മരിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് DGP ടി.പി. സെൻകുമാർ പറഞ്ഞു. ബൈക്ക് ഓടിച്ചിരുന്നയാൾക്ക് ലൈസൻസും ഹെൽമറ്റും ഇല്ലാതിരുന്നതാണ് അപകടത്തിന് വഴിവെച്ചതെന്ന് DGP പറഞ്ഞു. മണ്ണുത്തി വെട്ടിക്കലിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ബൈക്കിൽ KSRTC ബസ്സിടിച്ച് അമ്മയും കുഞ്ഞും മരിച്ചിരുന്നു. പഴയന്നൂർ കുമ്പളക്കോട് സ്വദേശി റഷീദിന്റെ ഭാര്യ സഫിയ, മകൾ ഫാത്തിമ എന്നിവരാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം നടത്തി. DGPക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. അതേസമയം അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയതും അപകടം നടന്ന ഉടൻ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ വൈകിയതും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ പറഞ്ഞു. മറ്റൊരു വണ്ടി ഓവർടേക്ക് മുന്നോട്ട് പോയപ്പോഴാണ് സെൻട്രൽ അടിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ വണ്ടിയുടെ പുറകിലോ KSRTC വണ്ടിയുടെ മുന്നിലോ അല്ല അടിച്ചിരിക്കുന്നത്. അവിടെയാണ് അടുത്തൊരു പ്രത്യേക ടേണിംഗ് പോയിന്റ് വന്നിരിക്കുന്നത്. എന്നാലും കൊണ്ട് ദാരുണമായി പോയി, മരണപ്പെട്ട ദാരുണമായി പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോലീസ് പാർട്ടിയുടെ ഇടയ്ക്ക് ചെറിയൊരു വീഴ്ച ഉണ്ടായെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടുത്തെ താമസമുണ്ട്. പിന്നെ ഞങ്ങൾ അറിയിക്കാൻ പറ്റുന്ന താമസമുണ്ട്. ഇതൊക്കെ ഒരു വീഴ്ചയായിട്ട് ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട്. മണ്ണുത്തി വെട്ടിക്കലിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അമ്മയും കുട്ടിയും മരിച്ച സംഭവത്തെ തുടർന്ന് അപകടസ്ഥലത്ത് സയന്റിഫിക് അസിസ്റ്റന്റ് പരിശോധന നടത്തി. അപകടസ്ഥലത്തിന് പുറമെ അപകടത്തിൽപ്പെട്ട ബൈക്കും KSRTC ബസ്സും പരിശോധിച്ചു. കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒല്ലൂർ CIക്ക് സയന്റിഫിക് പരിശോധനാ റിപ്പോർട്ട് കൈമാറും. ഇന്നലെ രാവിലെയാണ് KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് പഴയന്നൂർ സ്വദേശി നാലുപുരത്തോടി വീട്ടിൽ റഷീദ് അലി, ഭാര്യ സഫിയ, മകൾ ഫാത്തിമ ഷിഫാൻ എന്നിവർ മരിച്ചത്.
ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഒരു പ്രതി കസ്റ്റഡിയിലായി. ചാവക്കാട് സ്വദേശി ഷമീറാണ് പോലീസ് പിടിയിലായത്. എ ഗ്രൂപ്പ് പ്രവർത്തകനായ ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറം അണ്ടത്തോട് ചാലിശ്ശേരിയിൽ വീട്ടിൽ ഹനീഫയാണ് മരിച്ചത്. കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDF-ന്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു. വിവിധയിടങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ഹർത്താൽ തീരദേശ മേഖലയിൽ പൂർണ്ണമായിരുന്നു. എന്നാൽ ഗുരുവായൂരിനെ ഹർത്താൽ ബാധിച്ചില്ല. അതേസമയം പ്രതികൾ എന്ന് സംശയിക്കുന്ന 8 പേരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. കോൺഗ്രസ് പ്രവർത്തകന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ പാർട്ടിയുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിരുന്നു. അതിനിടെ സംഭവത്തിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. തുടർന്ന് റൂറൽ SP-യുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. കൊല്ലപ്പെട്ട ഹനീഫയുടെ ഖബറടക്കം പുത്തൻകടപ്പുറം ജമാഅത്ത് പള്ളിയിൽ നടന്നു. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ച സംഭവം അന്വേഷിക്കുന്നതിന് പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ചു. ADGP N. ശങ്കർ റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് DYSP D. മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള 9-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. വടക്കാഞ്ചേരി CI സുരേഷ് കുമാർ, ചാവക്കാട് CI P. അബ്ദുൽ മുനീർ, വടക്കേക്കാട് SI റനീഷ്, കുന്നംകുളം SI A. നൌഷാദ്, ചാവക്കാട് SI AV രാധാകൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടാകും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയതായി ADGP അറിയിച്ചു. ഹനീഫയുടെ വീട്ടിലെത്തി ഫോറൻസിക് സയന്റിഫിക് അസിസ്റ്റന്റ് VU ദീപയുടെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുത്തു. ഹനീഫ കുത്തേറ്റ് മരിച്ച സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ചാവക്കാട് SI PD അനൂപ് മോനും സ്ഥലത്തുണ്ടായിരുന്നു. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതായി ജില്ലാ പോലീസ് മേധാവി N. വിജയകുമാർ അറിയിച്ചു. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ച സംഭവം ദൗർഭാഗ്യകരമായെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. സംഭവത്തിൽ നേരിട്ടും അല്ലാതെയും ഉത്തരവാദികൾ ആയവർക്കെതിരെ നടപടി എടുക്കും. KPCC ഉപസമിതിയോട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും VM സുധീരൻ പറഞ്ഞു. ചാവക്കാട് കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് എ ഗ്രൂപ്പ് പ്രവർത്തകൻ ഹനീഫ മരിച്ച സംഭവത്തിൽ KPCC ഉപസമിതി അന്വേഷണം തുടങ്ങി. KPCC പ്രസിഡന്റ് VM സുധീരന്റെ നിർദ്ദേശപ്രകാരം KPCC ഉപസമിതി അംഗങ്ങളായ PM സുരേഷ് ബാബു, ബാബു പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. അതേസമയം ചാവക്കാട് മേഖലയിൽ പാർട്ടിക്കകത്തുണ്ടായ തർക്കം തീർക്കാൻ തക്ക സമയത്ത് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കാതിരുന്നതാണ് പ്രശ്നങ്ങൾ വഷളാകാൻ കാരണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. ബലറാം പ്രസ്താവനയിൽ പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കൂട്ടായ ശ്രമം വേണമെന്നും ബലറാം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഴുവൻ പേരെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് KV അബ്ദുൽ ഖാദർ MLA, CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി M. കൃഷ്ണദാസ് എന്നിവർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് ഹനീഫ മരിച്ച സംഭവത്തെ തുടർന്ന് ചാവക്കാട് മേഖലയിലെ 7 വീടുകൾക്ക് നേരെ ആക്രമണം. 10ഓളം വരുന്ന സംഘം മാരകായുധങ്ങളുമായാണ് അക്രമവും കവർച്ചയും നടത്തിയത്. ഒരു വീട്ടിൽ നിന്ന് 6 പവനും 20,000 രൂപയും കവർന്നു. വീടുകളിലേക്ക് അതിക്രമിച്ചു കയറിയ സംഘം സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തി സാധനങ്ങളെല്ലാം അടിച്ചു തകർത്തു. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. മണത്തല ബേബി റോഡ് പഴയ 14-ാം വാർഡിൽ ആലിപ്പരി ഷാജി, കാളിയടകായിൽ മറിയക്കുട്ടി, വളവിൽ വിജയൻ, കണ്ണേങ്കരൻ ഉബൈദ്, കണ്ണേങ്കരൻ ഹനീഫ, കുന്നത്ത് നൂർദീൻ, കുണ്ടുപറമ്പിൽ ഹംസ, ആറ്റിങ്ങൽ ബാവ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഷാജിയുടെ വീടിന്റെ ജനൽച്ചില്ലുകളും പുറത്തുണ്ടായിരുന്ന 2 ഓട്ടോറിക്ഷകളും അടിച്ചു തകർത്തു. മറിയത്തുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്ന അലമാര കുത്തിപ്പൊളിച്ച് 6 പവനും 20,000 രൂപയും കവർന്നു. വീട്ടിലെ TV, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങളും തകർത്തു. വീട്ടുകാർ പുറത്തേക്കൂടി രക്ഷപ്പെട്ടു. വീടിന്റെ പിൻവശത്തെ വാതിൽ പൊളിച്ചാണ് അക്രമി സംഘം അകത്ത് കടന്നത്. വളവിൽ വിജയന്റെ വീട്ടിലെ ജനൽച്ചില്ലുകൾ തകർത്തു. ഉബൈദിന്റെ വീട്ടിലെ TV, അലമാര തുടങ്ങിയവയും തകർത്തിട്ടുണ്ട്. 1,800 രൂപയും ഇവിടെ നിന്ന് മോഷണം പോയി. ഹനീഫയുടെ വീടിന്റെ ജനൽച്ചില്ല്, ആറ്റുങ്ങൽ ബാവയുടെ വീട്ടിലെ ട്യൂബുകളും മറ്റും അക്രമി സംഘം തകർത്തു. കുത്തേറ്റ് മരിച്ച കോൺഗ്രസ് നേതാവ് ഹനീഫയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേരെത്തി. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് മൃതദേഹം ചാവക്കാട്ടെത്തിച്ചത്. പിന്നീട് വടക്കേ ബൈപ്പാസിൽ നിന്ന് വിലാപയാത്രയായി മണത്തല ജുമാ മസ്ജിദിൽ കൊണ്ടുവന്നു. മതപരമായ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചു. MLA-മാരായ KV അബ്ദുൽ ഖാദർ, PA മാധവൻ, TN പ്രതാപൻ, VT ബൽറാം, DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ്, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. ബലറാം, നഗരസഭാ ചെയർപേഴ്സൺ AK സതീരത്നം തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. തുടർന്ന് വൈകുന്നേരത്തോടെ മൃതദേഹം പുത്തൻകടപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. പാലിൽ ചതി.
എത്ര കമ്പനികളുടെ പാൽ ദിവസവും വിപണിയിൽ എത്തുന്നുണ്ട് എന്നത് അധികൃതർക്കറിയില്ല. പാലിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പരിശോധനയുമില്ല. അധികൃതരുടെ അലംഭാവം തട്ടിപ്പ് കമ്പനികൾക്ക് സഹായകമാകുന്നു. മിൽമ ദിവസവും ജില്ലയിൽ ശേഖരിക്കുന്നത് 35,000 ലിറ്റർ പാൽ. 12,000 ലിറ്റർ മലബാർ മേഖലയിൽ നിന്നെത്തിക്കുന്നു. 8,000 ലിറ്റർ തമിഴ്നാട് സർക്കാരിന്റെ ആവിൻ പാലും എത്തിക്കുന്നു. മൊത്തം വിൽപ്പന നടത്തുന്നത് 55,000 ലിറ്റർ പാൽ. ജില്ലയിലെ 3 കമ്പനികൾ കൂടി പാക്കറ്റ് പാൽ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. മറ്റു പാക്കറ്റ് പാലെല്ലാം എത്തുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന്. ഈ അന്യസംസ്ഥാന കമ്പനികളെക്കുറിച്ചോ പാലിന്റെ ഗുണനിലവാരമോ പരിശോധിക്കാൻ കൃത്യമായ സംവിധാനങ്ങളില്ല. ക്ഷീരവികസന വകുപ്പിൽ നിന്ന് മാറി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ചുമതലയായെങ്കിലും കൃത്യമായ പരിശോധനയില്ല. അതിർത്തി കടന്ന് ദിവസവും പാലുമായി എത്തുന്ന ടാങ്കർ ലോറികളും പാക്കറ്റ് പാലുകളും പരിശോധിക്കുന്നില്ല. ഇനി അപൂർവമായി പാൽ പരിശോധനയ്ക്ക് എടുത്താൽ തന്നെ രാസവസ്തുക്കൾ കണ്ടെത്തിയാലും നടപടിയില്ല. പാലിലെ കൊഴുപ്പ് അളക്കുന്ന പരിശോധന മാത്രമേ സാധാരണ നടക്കാറുള്ളൂ. ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പാൽ കുടിച്ച് ആരോഗ്യം നശിക്കുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. പാലിൽ പോലും ചതിയുമായി ലാഭമോഹികളുടെ എണ്ണമേറുമ്പോൾ പാലെല്ലാം പാലെന്ന് കരുതുന്ന ഉപഭോക്താക്കൾ വഞ്ചിതരാകുന്നു. രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നുള്ള കൊലപാതകത്തിന് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് യഥാർത്ഥ പ്രതികളെന്നും കൊലപാതകം ആസൂത്രണം ചെയ്യുന്നവരെ പോലീസ് തൊടാൻ ധൈര്യപ്പെടുന്നില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. ഇത് കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി നടക്കുന്ന 3ാമത്തെ കോൺഗ്രസ്സുകാരൻ്റെ മരണം. പക്ഷേ ഭരണകക്ഷിയുടെ താല്പര്യത്തിനനുസരിച്ച് കൊലപാതകം നടത്തിയ ടൂളുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതിനാണ് ഗൂഢാലോചനയിലേക്ക് പോലീസ് പോയില്ല. സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളതുകൊണ്ട് എതിർ ഗ്രൂപ്പുകാർ 2 മാസം കഴിച്ചും മറ്റേ ആളെയും കൊല്ലുക. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് നാടിന്റെ ക്രമസമാധാന നില തകർക്കുകയാണ്. തൃശൂരിൽ മധു ഈച്ചരത്തും ലാൽജി കൊള്ളന്നൂരും ഗ്രൂപ്പ് വഴക്കിന്റെ ഇരകളായിരുന്നു. ഇവരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചില്ല. കൊലപാതകം നടത്തിയവർ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരായിട്ടും ഇവരുടെ വീടുകൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തയ്യാറായില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും പലിശയിടപാടുമടക്കമുള്ള അനധികൃത കാര്യങ്ങൾക്കായി പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് ഗുണ്ടകൾ വരുന്ന സ്ഥിതിയാണ് ചാവക്കാടുള്ളത്. ഹനീഫയുടെ കൊലപാതകത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്താനാകാത്ത സ്ഥിതിയാണ് പോലീസിന്റേതെന്നും മൊയ്തീൻ പറഞ്ഞു. ഗുണ്ടകൾക്ക് നേതൃത്വത്തിലേക്ക് വരാൻ അവസരം കൊടുക്കുന്നു. അയ്യന്തോളിലുണ്ടായത് അതാണ്. റിയൽ എസ്റ്റേറ്റുകാർ, പണം തട്ടിപ്പുകാർ, ഇത്തരം ആളുകൾക്ക് നേതൃത്വത്തിലേക്ക് വരാൻ സംരക്ഷണം കൊടുക്കുന്ന ഈ ഗുണ്ടകളെ പ്രയോജനപ്പെടുത്ത് ഗ്രൂപ്പ് താല്പര്യവും റിയൽ എസ്റ്റേറ്റ് നേതാക്കന്മാരുടെ താല്പര്യവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വം ജില്ലയിൽ വ്യാപകമായി തുടരുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ഗൗരവപ്പെട്ട ജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാവേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുക. ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല തൃശ്ശൂർ ജില്ലയിൽ. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് CPM MLA പറഞ്ഞതിൽ അസ്വാഭാവികതയില്ല. അരുവിക്കരയിൽ നിഷേധ വോട്ടുകൾ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ഭിന്നിപ്പിക്കാൻ UDFന് കഴിഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരായ സമരത്തിൽ LDFന്റെ അണികളുടെ പങ്കാളിത്തം തൃപ്തികരമാണെന്നും മൊയ്തീൻ പറഞ്ഞു. TC ന്യൂസ്, തൃശൂർ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭാഗീയതയ്ക്കെതിരെ രാജ്യം മുഴുവൻ പ്രസംഗിച്ചു നടക്കുന്ന കോൺഗ്രസ് പാർട്ടി Aയും Iയുമായി തിരിഞ്ഞ് തെരുവിൽ കൊലപാതകം നടത്തുന്നത് അപകടകരമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നതെന്ന് PC ജോർജ് MLA പറഞ്ഞു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭാഗീയതയ്ക്കെതിരെ രാജ്യം മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്ന കോൺഗ്രസ് പാർട്ടി Aയും Iയുമായി തിരിഞ്ഞ് തെരുവിൽ കൊലപാതകത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നത് എത്രയോ അപകടകരമായ നിലയാണ്. തൃശൂരിൽ കേരള കോൺഗ്രസ് സെക്യുലർ ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMലെ വിഭാഗീയതയിൽ പരസ്പരം കൊലപാതകം നടന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അതേസമയം ജനാധിപത്യ കക്ഷിക്ക് നേതൃത്വം നൽകേണ്ട കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ സ്ഥിതി അതല്ല. ഇത് പാർട്ടിക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഗതികേടാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരാണ് ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങിയത്? അവർ പ്രഗത്ഭരെന്ന നിലയിലാണ് ഭരണം മുന്നേറുന്നത്. ഇതിനെതിരെ രംഗത്ത് വന്നതാണ് താൻ ചെയ്ത തെറ്റ്. ഇക്കാരണത്താൽ തന്നെ പുറത്താക്കാൻ മാണിയും ചില മന്ത്രിമാരും ശത്രുതാ മനോഭാവത്തോടെയാണ് പെരുമാറുന്നത്. തന്റെ ചീഫ് വിപ്പ് സ്ഥാനം തെറിപ്പിക്കാനായി മാണിക്കൊപ്പം കൂട്ടുനിന്ന് സ്പീക്കർക്ക് കത്ത് നൽകിയത് വക്കീൽ പണിയറിയാത്ത ജില്ലയിലെ ഒരു MLA ആണ്. മാണിയും ഉമ്മൻചാണ്ടിയും ചുരുക്കം ചില മന്ത്രിമാരുമാണ് PC ജോർജിനെ ശത്രുവായി കരുതുന്നത്.
ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അഴിമതി ഒരു വലിയ അഭിമാനമായി മാറുന്ന ഗതികെട്ട സാഹചര്യം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ താൻ കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ തുടരും. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ പോരാടാൻ സന്മനസ് കാണിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുമായി യോജിച്ചു പോകാൻ കേരള കോൺഗ്രസ് സെക്യുലർ തയ്യാറാകണമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരള കോൺഗ്രസ് എമ്മായി തന്നെ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അഴിമതിക്കെതിരെ വർഗീയതയ്ക്കെതിരെ പോരാടാൻ സന്മനസ് പ്രകടിപ്പിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി യോജിച്ചു പോകാൻ കേരള കോൺഗ്രസ് സെക്യുലർ തയ്യാറാകണം. കേരള കോൺഗ്രസ് സെക്യുലർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോസ് പട്ടിക്കാട് അധ്യക്ഷത വഹിച്ചു. TCV ന്യൂസ്, തൃശൂർ. അന്തർ സംസ്ഥാന ബൈക്ക് മോഷ്ടാക്കളായ 4 അംഗ സംഘത്തെ വലപ്പാട് CI R രതീഷ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തു. പഴുവിൽ അകമ്പാടം സ്വദേശി പള്ളിത്താഴത്ത് കണ്ണാപ്പി എന്ന അലക്സ്, പഴുവിൽ വെസ്റ്റ് ചിറയത്ത് കുഞ്ഞൻ എന്ന സുജീഷ്, മായന്നൂർ കൊണ്ടാഴി സ്വദേശി രജനി എന്ന അനന്തരാജ്, തമിഴ്നാട് സ്വദേശി ശ്യാംകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. തൃപ്രയാർ, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നായാണ് പ്രതികളെ പിടികൂടിയത്. റൂറൽ SP N വിജയകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇരിങ്ങാലക്കുട DYSP PA വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തത്. 4 അംഗ സംഘം മോഷ്ടിച്ച 8 ബൈക്കുകളിൽ 7 എണ്ണം പോലീസ് കണ്ടെത്തി. മറ്റൊരു ബൈക്ക് തമിഴ്നാട് വെല്ലൂരിൽ ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വലപ്പാട് SI മാരായ PG മധു, MP മുഹമ്മദ് റാഫി, സീനിയർ CPOമാരായ PK ബാബു, PK സലിംകുമാർ, CPOമാരായ K രാജേഷ്, IR ലിച്ചു, KV അനന്തകൃഷ്ണൻ, സിനോജ്, മിഥുൻ, ശിവപ്രസാദ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെ ആർഭാട ജീവിതം ലക്ഷ്യമിട്ട് ബൈക്ക് മോഷ്ടാക്കൾ. തൃപ്രയാറിലും തൃശൂരിലുമായി പിടിയിലായ 4 അംഗ സംഘം ബൈക്ക് മോഷണത്തിനായി ഒരുമിച്ചത് തൃക്കാക്കര ബോസ്റ്റൺ സ്കൂളിൽ റിമാൻഡിൽ കഴിയവേ. ഇക്കഴിഞ്ഞ ജൂലൈ 20-ന് തൃപ്രയാർ സ്വദേശി ഇല്ലത്തുപറമ്പിൽ ഫഹദിന്റെ ബൈക്ക് മോഷണം പോയതാണ് അന്തർ സംസ്ഥാന മോഷ്ടാക്കളിലേക്ക് അന്വേഷണം ചെന്നെത്താൻ ഇടയാക്കിയത്. പരാതിയെ തുടർന്ന് റൂറൽ SP N വിജയകുമാറാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. അന്വേഷണത്തിനിടെ മോഷ്ടിച്ച ബൈക്കുകളുമായി പഴുവിൽ സ്വദേശികളായ അലക്സും സുജീഷും പോലീസിന്റെ പിടിയിലായി. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് 8 ബൈക്ക് മോഷണങ്ങളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിക്കുന്നത്. പ്രതികളിൽ അലക്സും സുജീഷും ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുൻപ് 3 ബൈക്കുകൾ മോഷ്ടിച്ച കേസിൽ പ്രതികളാണ്. മോഷ്ടിച്ച ബൈക്കുമായി പഴുവിൽ മുക്കിലക്കടവ് വളവിൽ അപകടത്തിൽപ്പെട്ട അലക്സിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. മോഷണക്കേസിൽ തൃക്കാക്കര ബോസ്റ്റൺ സ്കൂളിൽ റിമാൻഡിൽ കഴിയുമ്പോഴാണ് മറ്റ് 2 പ്രതികളുമായി അലക്സും സുജീഷും സൗഹൃദത്തിലാകുന്നത്. മായന്നൂർ സ്വദേശി അനന്തരാജും തമിഴ്നാട് സ്വദേശി ശ്യാംകുമാറും ചെന്നൈയിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠനം നേടിയവരായിരുന്നു. പീച്ചിയിൽ ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് ഇരുവരും ബോസ്റ്റൺ സ്കൂളിൽ റിമാൻഡിലാകുന്നത്. ഇവിടെ വെച്ചാണ് 4 പേരും ചേർന്ന് അന്തർ സംസ്ഥാന തലത്തിൽ ബൈക്ക് മോഷണത്തിനായി പദ്ധതി തയ്യാറാക്കിയത്. ബൈക്കുകൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവർ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് ശ്യാംകുമാർ മുഖേന ബൈക്കുകൾ പലപ്പോഴായി ചെന്നൈയിൽ വിൽപ്പന നടത്തും. വ്യാജ RC ബുക്ക് സഹിതം 13,000 മുതൽ 16,000 വരെ രൂപയ്ക്കാണ് ബൈക്ക് 4 അംഗ സംഘം വിറ്റഴിച്ചിരുന്നത്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിരുന്ന സംഘത്തിന്റെ വീട്ടിലെ സാഹചര്യം നല്ലതല്ലെന്ന് പോലീസ് പറയുന്നു. പ്രതികൾ കൂടുതൽ ബൈക്ക് മോഷണ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് DYSP PA വർഗീസ് പറഞ്ഞു. TCV തൃപ്രയാർ. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ TV അച്യുതവാര്യർ അനുസ്മരണവും അവാർഡ് ദാനവും തൃശൂരിൽ സംഘടിപ്പിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. TV അച്യുതവാര്യരുടെ സ്മരണാർത്ഥം തൃശൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ ഫോട്ടോഗ്രാഫി അവാർഡ് ബൈജു കൊടുവള്ളിക്കും വിഷ്വൽ മീഡിയ അവാർഡ് സോളമൻ റാഫേലിനും സമ്മാനിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പ്രശസ്തി പത്ര സമർപ്പണം CN ജയദേവൻ MP നിർവഹിച്ചു. വിവിധ മാധ്യമ അവാർഡുകൾ കരസ്ഥമാക്കിയ TCV സീനിയർ റിപ്പോർട്ടർ മുകേഷ് ലാൽ, റിപ്പോർട്ടർ ശ്രീകേഷ് വെള്ളാനിക്കര, മാധ്യമപ്രവർത്തകരായ സന്തോഷ് ജോൺ തൂവൽ, ശ്യാം കൃഷ്ണൻ, PB സലീം, PK ശ്രീരാജ് തുടങ്ങിയവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. തേർബിൽ രാമകൃഷ്ണൻ MLA പുരസ്കാരദാനം നിർവഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ TV അച്യുതവാര്യർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി N പത്മനാഭൻ, സാഹിത്യ അക്കാദമി സെക്രട്ടറി R ഗോപാലകൃഷ്ണൻ, പ്രസ് ക്ലബ് സെക്രട്ടറി KC അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിലും ഉപവാസം നടത്താൻ TN പ്രതാപൻ MLA തയ്യാറാകണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയായിരുന്നു പ്രതാപന്റെ ഉപവാസമെന്ന് നാഗേഷ് ആരോപിച്ചു. ചാവക്കാട് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്നുണ്ടായ കൊലപാതകത്തിൽ പ്രതാപൻ നിലപാട് വ്യക്തമാക്കണമെന്നും നാഗേഷ് ആവശ്യപ്പെട്ടു.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഈ മാസം 11-ന് CPM-ന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 2 ലക്ഷം പേർ അണിനിരക്കുന്ന ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി കൊച്ചിൻ പാലം മുതൽ ജില്ലയുടെ തെക്കേ അതിർത്തിയായ പൊങ്ങം വരെ 72 കിലോമീറ്റർ ദൂരത്തിലാണ് 2 ലക്ഷം പേർ അണിനിരക്കുക. വൈകിട്ട് 4 മുതൽ 5 വരെ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് പ്രതിഷേധ ധർണയും പൊതുയോഗങ്ങളും നടത്തുക. ഗതാഗതം തടസ്സപ്പെടുത്താതെ ജില്ലയിലെ 39 കേന്ദ്രങ്ങളിലാണ് പ്രതിരോധവും പൊതുയോഗവും നടത്തുന്നതെന്ന് AC മൊയ്തീൻ പറഞ്ഞു. വൈകിട്ട് 5-ന് സമരത്തിൽ അണിചേരുന്നവർ കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിജ്ഞ ചൊല്ലും. പ്രമുഖ നേതാക്കൾക്കൊപ്പം സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരും വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിരോധം തീർക്കും. വാർത്താ സമ്മേളനത്തിൽ K രാധാകൃഷ്ണൻ MLA, UP ജോസഫ് എന്നിവരും പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര ശൃംഖലയായ കല്യാൺ സിൽക്സിന്റെ കേരളത്തിലെ ഷോറൂമുകളിൽ ഓണത്തോടനുബന്ധിച്ചുള്ള 1.5 കോടിയുടെ ഓണസമ്മാന പദ്ധതിക്ക് ആവേശകരമായ വരവേൽപ്പ്. ഓണോത്സവം 2015 സമ്മാന പദ്ധതി പ്രയോജനപ്പെടുത്താൻ കല്യാൺ സിൽക്സ് ഷോറൂമുകളിൽ ഉപഭോക്താക്കളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കല്യാൺ സിൽക്സിൽ നടത്തുന്ന ഓരോ 2000 രൂപയുടെ പർച്ചേസിനൊപ്പം സമ്മാന കൂപ്പണുകൾ ലഭിക്കും. ഇവയിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ തിരഞ്ഞെടുക്കുക. ഒറ്റ ഷോപ്പിംഗിലൂടെ ഒന്നിലധികം തവണ സമ്മാനങ്ങൾ നേടുവാനുള്ള അവസരവും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഓണോത്സവം പദ്ധതിയിൽ ദിവസം തോറും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, വാഷിംഗ് മെഷീൻ, 32-ഇഞ്ച് LED TV, എയർ കണ്ടീഷണർ, സ്മാർട്ട് ഫോൺ തുടങ്ങിയവയാണ്. ഇവയ്ക്ക് പുറമെ 30 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ ദിവസവും സമ്മാനമായി നൽകും. ആഴ്ചത്തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഒരു ഫോക്സ് വാഗൺ പോളോ കാറാണ്. ഓണോത്സവത്തിന്റെ സമാപനത്തിൽ ബമ്പർ സമ്മാനമായി നൽകുന്നത് 101 പവൻ സ്വർണമാണ്. ഇതിനു പുറമെ ആയിരക്കണക്കിന് അപ്രതീക്ഷിത സമ്മാനങ്ങളുമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കല്യാൺ സിൽക്സിന്റെ ഷോറൂമുകളിൽ വിപുലമായ വസ്ത്രശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വന്തം തറികളിൽ നെയ്തെടുത്ത 2 ലക്ഷത്തോളം ബ്രൈഡൽ സാരികൾ, ഇൻഹൌസ് ഡിസൈനർമാർ ഒരുക്കിയ സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ, യൂത്ത് കളക്ഷനുകൾ, കിഡ്സ് വെയറിലും മെൻസ് വെയറിലും ലേഡീസ് വെയറിലും അന്താരാഷ്ട്ര ശ്രേണികൾ എന്നിവയാണ് ഷോറൂമുകളിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. പുതുക്കാട് മേഖലയിൽ 2 പേർക്ക് കൂടി H1N1 പനി സ്ഥിരീകരിച്ചു. അനന്തപുരം പുതുക്കാട് മേഖലയിൽ ഉള്ളവർക്കാണ് H1N1 ബാധിച്ചത്. 2 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പനി ബാധിച്ച് 829 പേർ ചികിത്സ തേടി. രാമവർമ്മപുരം ഫയർഫോഴ്സ് അക്കാദമിയിൽ സേനാംഗങ്ങൾക്ക് മുണ്ടിനീര് പിടിപെട്ടതിനാൽ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് തുടരുമെന്ന് TMO K സുഹിത അറിയിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ക്യാമ്പ് നടത്തുക. ഫയർഫോഴ്സ് അക്കാദമിയിലെ 54 പേർക്കാണ് മുണ്ടിനീര് പിടിപെട്ടത്. കുരിയച്ചിറ സെന്റ് പോൾസ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ പ്രിൻസി ആന്റോ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പ്രൊഫസർ ടോമി ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന യോഗത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടന നടത്തിയ ഇന്റർ സ്കൂൾ ക്വിസ് മത്സരത്തിൽ വിജയികളായവരെയും ഉപഹാരം നൽകി ആദരിച്ചു. നിഷ ആർ ദാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സ്വന്തമായി കെട്ടിടം പണിയാൻ പോലീസ് ഉടമസ്ഥതയിലുള്ള ഭൂമി തിങ്കളാഴ്ച അനുവദിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ സപ്തതി വർഷാരംഭ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 4 വർഷമായി സഹകരണ മേഖല സുഗമമായാണ് പ്രവർത്തിക്കുന്നത്. സഹകരണ മേഖലയുടെ മാറ്റത്തിനനുസരിച്ച് സഹകരണ സംഘങ്ങളും ആവശ്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മന്ത്രി പറഞ്ഞു. കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റും സിറ്റി പോലീസ് കമ്മീഷണറുമായ KG സൈമൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് CI സെബാസ്റ്റ്യൻ, KPA സംസ്ഥാന പ്രസിഡന്റ് KS ചന്ദ്രാനന്ദൻ, ജില്ലാ പ്രസിഡന്റ് KA തോമസ്, KPA സിറ്റി ജില്ലാ പ്രസിഡന്റ് VK മോഹനൻ, റൂറൽ ജില്ലാ പ്രസിഡന്റ് KN അലക്സാണ്ടർ, സൊസൈറ്റി വൈസ് പ്രസിഡന്റ് P രാജു, VV സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അവാർഡ് ദാനവും നടന്നു. പൂമുഖം മുതൽ പൂജാമുറി വരെ വിവിധ ഹനുമത് രൂപങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹനുമത് ശില്പങ്ങളുടെ ലോകമായി മാറിയിരിക്കുകയാണ് തൃശൂർ ചക്കാമുക്കിലുള്ള ഈ വീട്. നളിനി ചന്ദ്രൻ എന്ന അധ്യാപികയ്ക്ക് ഹനുമാൻ ദേവസങ്കല്പം മാത്രമല്ല, കൂട്ടുകാരനാണ്. ഇപ്പോൾ പ്രായം 78. ഹനുമാനോടുള്ള അഗാധമായ ചങ്ങാത്തം തുടങ്ങിയത് 3 ദശാബ്ദങ്ങൾക്ക് മുമ്പാണെന്ന് ഇവർ പറയുന്നു. ദേവസങ്കല്പമാണെങ്കിലും ഹിന്ദു ഭവനങ്ങളിൽ ഹനുമാൻ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നത് അപൂർവമാണ്. പക്ഷേ ഈ വീടിന്റെ ഓരോ ഇഞ്ചിലും ഹനുമത് രൂപങ്ങളാണ്. 100 കണക്കിന് വരും ഇവ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹനുമത് രൂപങ്ങളുണ്ട് ഇവിടെ. പേപ്പർ, കളിമണ്ണ്, ഓട്, പഞ്ചലോഹം എന്നിവയിൽ തീർത്തവ.
സ്വർണത്തിൽ തീർത്ത കുഞ്ഞു ഹനുമാനും കൂട്ടത്തിലുണ്ട്. ചിത്രങ്ങളായി ഈ വീടിന്റെ ചുവരുകളിലും ഹനുമാൻ രൂപങ്ങൾ നിറയുന്നു. നളിനിചന്ദ്രൻ ശേഖരിച്ചവയും പലരും സമ്മാനമായി നൽകിയതും ഇക്കൂട്ടത്തിലുണ്ട്. മൃതസഞ്ജീവനിയുമായി വരുന്ന രൂപം, ശ്രീരാമ ഭക്തനായി, വിശ്വരൂപം പൂണ്ട് തുടങ്ങി വിവിധ ഭാവങ്ങളിൽ ഹനുമാൻ ഈ വീട്ടിലുണ്ട്. ഈ ശേഖരം സൂക്ഷിക്കാനായി ഭക്തിപൂർവം ഒരു ചില്ലുമുറി തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാ ഈ തല്ലിപ്പൊളി ഹനുമാനുകളെയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന്. ചിലത് വലിയ വിലയൊന്നും ഇല്ലാത്തത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഹനുമാൻ്റെ ഇടയിൽ ഇത്ര വിലയുള്ളതോ ഒന്നും എനിക്കതിൽ ഒരു വിശ്വാസമില്ല. ഹനുമാൻ ഇൻ എനി ഫോം ഓർ നോ ഫോം അറ്റ് ഓൾ, എന്നാലും സാരില്ല, എൻ്റെ മനസ്സിൽ മൂപ്പരുണ്ട്. 30 വർഷം മുമ്പ് കുട്ടികളെ അഭിനേതാക്കളാക്കി രാമായണം ഇംഗ്ലീഷ് നാടകം ഒരുക്കിയിട്ടുണ്ട് നളിനി ടീച്ചർ. അന്ന് കുട്ടി ഹനുമാനായി വേഷമിട്ടത് നടൻ ശ്രീജിത്ത് രവിയാണ്. ശ്രീജിത്ത് രവി തീർത്ത ഹനുമാൻ ശില്പവും ശേഖരത്തിലുണ്ട്. ദേവസങ്കല്പത്തിലുപരിയാണ് നളിനി ടീച്ചർക്ക് ഹനുമാൻ. തന്നെ കാണാനെത്തുന്നവർക്ക് ഹനുമാന്റെ കുഞ്ഞു രൂപങ്ങളെയും സമ്മാനിച്ചാണ് ടീച്ചർ യാത്രയാക്കാറുള്ളത്. TCV തൃശൂർ. കാർഷിക സർവകലാശാലയിൽ വ്യാജ PhD ഉപയോഗിച്ച് 50ഓളം പേർ UGC ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നുവെന്നത് സംബന്ധിച്ച് CBI അന്വേഷിക്കണമെന്ന് BJP ജില്ലാ നേതൃയോഗം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ലോബിയുടെ നേതൃത്വത്തിലാണ് കാർഷിക സർവകലാശാലയിൽ ക്രമക്കേടുകളും അഴിമതിയും നടന്നുവരുന്നത്. ക്രമക്കേടുകളെയും അഴിമതിയെയും കുറിച്ച് അന്വേഷണ വിധേയമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KV ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് അധ്യക്ഷത വഹിച്ചു. സർവകലാശാലയിലെ വ്യാജ PhD സംബന്ധിച്ച് TCV അടക്കമുള്ള മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. KCBC മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ലിക്കർ ഡേ തൃശൂരിൽ ആചരിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി പിന്നോക്ക വിഭാഗം സംസ്ഥാന കമ്മീഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉദ്ഘാടനം ചെയ്തു. മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപത പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു. ഫാദർ ദേവസി പന്തലൂക്കാരൻ, ജെയിംസ് മുട്ടിക്കൽ, തോമസ് ചിറമേൽ, മോനി ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ജന്മദിന തിരുനാൾ ഈ മാസം 11-ന് ആഘോഷിക്കും. വിശുദ്ധ അന്തോണീസിന് ജന്മദിന സമ്മാനമായി വിശ്വാസികൾ നൽകിയ 6 ലക്ഷം രൂപ സൗജന്യ ഡയാലിസിസ് നടത്തുന്നതിനായി തൃശൂർ ജൂബിലി, അമല, പറവൂർ, ഡോൺബോസ്കോ ആശുപത്രികൾക്ക് കൈമാറും. 11-ന് രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് പറവൂർ ഡോൺബോസ്കോ ആശുപത്രി ഡയറക്ടർ സാജു കണിച്ചുകുന്നത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അതിരപ്പള്ളി മേഖലയിലെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി വനംവകുപ്പ് മേധാവി ഡോക്ടർ PS കോറി സ്ഥലം സന്ദർശിച്ചു. വാഴച്ചാൽ, മുക്കുംപുഴ, പൊകലപ്പാറ എന്നീ കോളനികളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. ആദിവാസി യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇക്കോ ടൂറിസം പദ്ധതിയെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് BS കോറി പറഞ്ഞു. ചുങ്കത്ത് ജ്വല്ലറിയുടെ തൃശൂർ ഷോറൂമിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആനിവേഴ്സറി ഓഫർ നാളെ മുതൽ ആരംഭിക്കും. 916 BIS ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ ക്യാഷ് പർച്ചേസിന് കേരള ആഭരണങ്ങൾക്ക് പുറമെ ബോംബെ, ബംഗാളി, എക്സ്പോർട്ട്, കൽക്കത്ത എന്നിവയ്ക്ക് 4% മാത്രമായിരിക്കും പണിക്കൂലി. ഈ മാസം 17 വരെ ഒരാഴ്ചത്തേക്ക് മാത്രമാണ് ഈ ഓഫർ. ചുങ്കത്ത് ജ്വല്ലറിയിൽ നിന്നുള്ള പർച്ചേസിന് നറുക്കെടുപ്പിലൂടെ ദുബായ് യാത്ര, സ്വർണ്ണ നാണയങ്ങൾ എന്നിവയ്ക്ക് പുറമെ മറ്റനവധി സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതായി ചുങ്കത്ത് ജ്വല്ലറി തൃശൂർ ഷോറൂം മാനേജർ ജെയ്സൺ പനഞ്ഞിക്കൽ പറഞ്ഞു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണാഭരണ വിപണിയിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്. പുതിയ ഡിസൈനായാലും പുതിയ ആശയങ്ങളായാലും ആദ്യം ഇറങ്ങുക അത് തൃശ്ശൂരായിരിക്കും. കേരള സ്വർണ്ണ വിപണിയെ സംബന്ധിച്ച് കേരള ചരിത്രത്തിൽ ആദ്യമായി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ, അതായത് ബോംബെ ആഭരണം, കൽക്കട്ട ആഭരണം, എക്സ്പോർട്ട് ഡിസൈൻ, കേരള ഡിസൈൻ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ എല്ലാം ഒരേ പണിക്കൂലിയിൽ, അതായത് 4% മാത്രം പണിക്കൂലിയിൽ 6ാം വാർഷികത്തോടനുബന്ധിച്ച് MG റോഡിലുള്ള ചുങ്കത്ത് ജ്വല്ലറിയിൽ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. ഈ ഓഫർ കരസ്ഥമാക്കുവാനായിട്ട് MG റോഡിലുള്ള ചുങ്കത്ത് ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അഖിലേന്ത്യാ തലത്തിൽ മദ്യനിരോധനം ആവശ്യപ്പെട്ട് കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഭീമ ഹർജിയിലേക്ക് 15 ലക്ഷം ഒപ്പുകൾ ശേഖരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ ജേക്കബ് മണ്ണാറപ്രായിൽ കോർ എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ അപ്രേം, സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, സയ്യിദ് ഹിദാത്ത് തങ്ങൾ, ഇടച്ചേരി കുഞ്ഞിക്കണ്ണൻ, CC സാജൻ എന്നിവർ പങ്കെടുത്തു. ലിക്കർ ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ്
കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നത്. തൃശൂർ ജില്ലാ PTA വിദ്യാഭ്യാസ അവാർഡ് മേള തൃശൂരിൽ നടന്നു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച PTA മാതൃകാ അധ്യാപകർ, സ്കൂളുകൾ എന്നിവയ്ക്കുള്ള അവാർഡുകളും SSLC +2 അവാർഡ് ദാനവും ഇതോടൊപ്പം നടന്നു. ജില്ലാ PTA പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു. ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് M പീതാംബരനെ ചടങ്ങിൽ ആദരിച്ചു. MLA-മാരായ തേറമ്പിൽ രാമകൃഷ്ണൻ, MP വിൻസെന്റ്, മേയർ രാജൻ ജെ. ജില്ലാ PTA ജനറൽ സെക്രട്ടറി KM ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. TG അജിത രചിച്ച എന്റെ അവിശുദ്ധ മുറിവുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. എഴുത്തുകാരി ദേവകി നിലയങ്കോട് പുസ്തകത്തിന്റെ ആദ്യ പ്രതി രചയിതാവിന്റെ അമ്മ മീനാക്ഷിക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരായ നീലൻ, മണിലാൽ, TG വിജയകുമാർ, അറക്കൽ ജയശങ്കർ, മനോജ് കാട്ടാമ്പിള്ളി എന്നിവർ പങ്കെടുത്തു. പ്രകാശന ചടങ്ങിന് മുന്നോടിയായി കുഞ്ഞുകുട്ടന്റെ നേതൃത്വത്തിൽ പുല്ലാങ്കുഴൽ കച്ചേരിയും അരങ്ങേറി. വിദ്യാഭ്യാസ വായ്പ പിരിക്കാൻ റിലയൻസ് കമ്പനിയെ ചുമതലപ്പെടുത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ യു പ്രവർത്തകർ തൃശൂർ SBT ബാങ്കിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് യൂജിൻ മോറേലി ഉദ്ഘാടനം ചെയ്തു. AS രാധാകൃഷ്ണൻ, അഭി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കല്ലൂർ മുട്ടിത്തടിയിൽ തോട്ട പൊട്ടി യുവാവിന്റെ കൈപ്പത്തി അറ്റു. മുട്ടിത്തടി പാലക്കൽ രാജുവിന്റെ കൈപ്പത്തിയാണ് അറ്റുപോയത്. പാറമടയിൽ മീൻ പിടിക്കുന്നതിനിടെ ആയിരുന്നു അപകടം. പരിക്കേറ്റ രാജുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃഷിയുടെ നന്മ വിളിച്ചോതി ജിയോസ് VPL ഫൈനാൻസ് ടൂർസ് ആൻഡ് ട്രാവൽസ് തൃശൂർ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച ഗ്രീൻ കേരള ചിത്രരചന മത്സരം ശ്രദ്ധേയമായി. വിഷമയമായ പച്ചക്കറികൾ വെടിഞ്ഞ് വീടുകളിലും മറ്റും കൃഷി നടത്തി ശുദ്ധമായ പച്ചക്കറികൾ വിളയിക്കാൻ സ്കൂൾ കുട്ടികളെ പ്രചോദിപ്പിക്കുകയും ഇതുവഴി കൃഷിയുടെ നല്ല പാഠങ്ങൾ പറഞ്ഞു നൽകുകയുമായിരുന്നു ചിത്രരചനാ മത്സരത്തിലൂടെ ജിയോസ് ഗ്രൂപ്പ് ലക്ഷ്യമിട്ടത്. പുത്തൻപള്ളി അൽഫോൺസ ഹാളിൽ നടന്ന മത്സരത്തിൽ നിരവധി സ്കൂളുകളിൽ നിന്നായി 160ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആദ്യ 3 സ്ഥാനക്കാർക്ക് പുറമെ 12 പ്രോത്സാഹന സമ്മാനങ്ങളും സ്പെഷ്യൽ സ്റ്റഡി ടൂർ പ്രോഗ്രാമുകളും വിജയികൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. KG ലോറൻസ് ചെയർമാനായ ജിയോസ് VPL ഗ്രൂപ്പിന് കേരളത്തിൽ 50ഓളം ബ്രാഞ്ചുകളുണ്ട്. ഗ്രൂപ്പിന്റെ തൃശൂരിലെ പുതിയ ബ്രാഞ്ച് പുത്തൻപള്ളിക്ക് സമീപം ഉടൻ പ്രവർത്തനം ആരംഭിക്കും. രാജ്യത്തിനകത്തും പുറത്തുമായി വിവിധ ടൂർ പാക്കേജുകളും ജിയോസ് VPL വിഭാവനം ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9020400444. വാണിജ്യം. നാവിൽ കൊതിയൂറും കേരളീയ വിഭവങ്ങളും സ്വാദിഷ്ടമായ ബിരിയാണിയും ചൈനീസ് വിഭവങ്ങളുമായി റെയിൻ ഡ്രോപ്സ് റെസ്റ്റോറന്റ് ആൻഡ് ബിരിയാണി ഹട്ട് തൃശൂർ അരിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അരിയങ്ങാടിയിലെ ആദം ബസാർ ബിൽഡിംഗിന് എതിർവശം സ്കൈ സ്റ്റാർ റെസിഡൻസ് ബിൽഡിംഗിലാണ് രുചിവൈവിധ്യവുമായി റെയിൻ ഡ്രോപ്സ് റെസ്റ്റോറന്റ് ആൻഡ് ബിരിയാണി ഹട്ട് പ്രവർത്തനം ആരംഭിച്ചത്. രുചികരമായ ഭക്ഷണം നൽകുന്നതോടൊപ്പം ശുചിത്വത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകിയാണ് ഇവിടെ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ ചേരുവകൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് വിദഗ്ധ പാചകക്കാർ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. സ്വാദിഷ്ടമായ വിവിധതരം ബിരിയാണികൾ ഓർഡർ അനുസരിച്ച് കിലോ കണക്കിനും ഇവിടെ ലഭ്യമാണ്. എല്ലാത്തരം വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൂടാതെ ചൈനീസ് വിഭവങ്ങളുടെ രുചിഭേദങ്ങളും ഭക്ഷണപ്രേമികളെ റെയിൻ ഡ്രോപ്സിൽ കാത്തിരിക്കുന്നുണ്ട്. സെന്റ് തോമസ് കോളേജ് ഹോസ്റ്റലിന് എതിർവശം റെസ്റ്റോറന്റിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യവുമുണ്ട്. റെയിൻ ഡ്രോപ്സ് റെസ്റ്റോറന്റ് ഉടമ PT ജേക്കബ്, സ്കൈ സ്റ്റാർ റെസിഡൻസി ഉടമ രാജീവ് ജോസഫ്, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8129139291. പ്രധാന വാർത്തകൾ വീണ്ടും. ആശുപത്രിയിൽ മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ. ആശുപത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ പരാതി നൽകി. മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടയിൽ 2 പേർ മരിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് DGP TP സെൻകുമാർ. ബൈക്ക് ഓടിച്ചിരുന്നയാൾക്ക് ലൈസൻസും ഹെൽമറ്റും ഇല്ലാതിരുന്നതാണ് അപകടത്തിന് വഴിവെച്ചതെന്നും DGP. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരു പ്രതി കസ്റ്റഡിയിൽ. കേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേക പോലീസ് സംഘം. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ മണ്ഡലത്തിൽ UDF ഹർത്താൽ ആചരിച്ചു. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. സംഭവത്തിൽ KPCC ഉപസമിതി അന്വേഷണം തുടങ്ങി. വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പരിശോധനയില്ല. അധികൃതരുടെ അലംഭാവം തട്ടിപ്പ് കമ്പനികൾക്ക് സഹായകമാകുന്നു.
ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നുള്ള കൊലപാതകത്തിന് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് യഥാർത്ഥ പ്രതികളെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. കൊലപാതകം ആസൂത്രണം ചെയ്യുന്നവരെ പോലീസ് തൊടാൻ ധൈര്യപ്പെടുന്നില്ലെന്നും മൊയ്തീൻ. കോൺഗ്രസ് പാർട്ടി എയും ഐയുമായി തിരിഞ്ഞ് തെരുവിൽ കൊലപാതകം നടത്തുന്നത് അപകടകരമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നതെന്ന് PC ജോർജ് MLA. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ താൻ കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ തുടരുമെന്നും ജോർജ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.